വീർ, ഞാനൊരു 2-3 ദിവസത്തേക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവുക. എനിക്ക് എന്റെ പഴയ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണണം. വീടും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ മോനെ. ഉപ്പ നിങ്ങൾ വിഷമിക്കണ്ട, റിലാക്സ് ആയിട്ട് പോയിട്ട് വാ. എന്റെ ചീറ്റ് റോബോട്ട്സ്, നിങ്ങളുടെ മെമ്മറി ലിസ്റ്റിൽ ഈ 2 ഫോട്ടോസും ഫീഡ് ചെയ്ത് വെക്കുക. ഇവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ശരി, അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചേക്കുക. ബോസ്, വീറിന്റെ അപ്പൂപ്പൻ 3 ദിവസത്തേക്ക് ഗ്രാമത്തിലേക്ക് പോയിരിക്കുക. ഓ, എന്ന് വെച്ചാൽ ഡോക്ടർ പ്രേം സഹായി ഇവിടെ ഉണ്ടാവുകയില്ല. വെരി ഗുഡ്. എന്റെ മാഡായ ബ്രെയിനിൽ മാഡ് ഐഡിയ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ടിംബക്ടു, നീ ഇപ്പോൾ പുറത്തേക്ക് പോകൂ. 5 മിനിറ്റിന് ശേഷം ഇവിടേക്ക്. ഓക്കേ ബോസ്. ബോസ് ബോസ് ബോസ്, വീറിന്റെ അപ്പൂപ്പൻ ദാ ഇങ്ങോട്ടാണല്ലോ വന്നത്. നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്റെ ബോസിന്റെ ശബ്ദത്തിൽ സംസാരിച്ച് എന്നെ പറ്റിക്കാൻ നോക്കുന്നു. ബോസ് ബോസ് ബോസ്, ഒന്ന് പെട്ടെന്ന് വരൂ. വീറിന്റെ അപ്പൂപ്പനെ ഞാനിതാ പിടിച്ചു കഴിഞ്ഞു. എടാ പൊട്ട, ഞാനായത്. വീറിന്റെ അപ്പൂപ്പൻ ഗ്രാമത്തിലേക്ക് പോയില്ലേ? ബോസ്, ഇത് നിങ്ങളായിരുന്നോ? സോറി ബോസ്, സോറി. ഞാൻ വീറിന്റെ അപ്പൂപ്പന്റെ വേഷത്തിൽ പോവുകയാണ്. പുതിയ റോബോട്ടുകൾ ഉണ്ടാക്കാനുള്ള എല്ലാ ഡാറ്റാസും അവന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാനാണ് പോകുന്നത്. പിന്നെ ഞാൻ വളരെ വിചിത്രമായ ഒരു റോബോട്ടിനെ ഉണ്ടാക്കും. നീയും ഇപ്പോൾ എന്റെ കൂടെ വരൂ. നിന്റെ സെറ്റപ്പും ഗെറ്റപ്പും എല്ലാം മാറ്റുക. എന്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണിയുകയാണ്. വീർ, ഞാൻ ഇതാ വരുന്നു. ഇതൊക്കെ കാണാൻ എന്ത് രസാലേ വീർ. അതെ, ഇതെല്ലാം വളരെ ക്യൂട്ടാണ്. അതെ, കാണാൻ നല്ല അഴകുണ്ട്. പക്ഷെ കൂടുതൽ അഴക് ദേ ഈ കുതിരയാ. ചുൽബുൾ, നീ ഏതിനാണോ ഇപ്പൊ കുതിരാന്ന് പറഞ്ഞത്? അത് യൂണിക്കോൺ ആണ്. നിനക്ക് ആ കാര്യം പോലും അറിയില്ലെന്ന് തോന്നുന്നു. അതൊരു തരം മാജിക്കൽ ഹോഴ്സ് ആണ്. യൂണിക്കോണിന് ഒരുപാട് ശക്തികളുണ്ട്. വീർ, ടിഫിൻ റെഡി ആയിട്ടുണ്ട് മോനെ. ഇന്ന് ഇവരൊക്കെ ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ത് രസായിരിക്കും അല്ലേ? നമുക്ക് അവരുടെ കൂടെ കളിക്കാമായിരുന്നു. നാടും നഗരമൊക്കെ ചുറ്റിക്കറങ്ങാമായിരുന്നു. എന്താ ശരിയല്ലേ ചിണ്ടു? ഓക്കെ, അതൊന്നും വലിയ പ്രശ്നമല്ലെന്നേ. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദന്തമാദം. മാജിക്കൊന്നും ചെയ്യണ്ട, ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. എമിലി, നിനക്കും കൂടെ ചേർത്താ ടിഫിൻ ഉണ്ടാക്കിയിരിക്കുന്ന മോളെ. പിന്നെ ചിണ്ടു, നിന്റെ ചാറ്റ് റെഡി. ചുൽബുൾ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ഹൽവയും ഉണ്ടാക്കിയിട്ടുണ്ട്. ടിഫിനോ? വേഗം വായ മിലി. താങ്ക് യു പപ്പ. വാ വീർ, സ്കൂളിലേക്ക് പോകാൻ ലേറ്റ് ആയി. എന്തൊരു സുഗന്ധമാ വന്നുകൊണ്ടിരിക്കുന്നേ. വാ വാ വാ, നമുക്ക് കഴിക്കാം. കുട്ടികളെ, നിങ്ങൾ ഇതിന്റെ ആൻസർ പറയണം. 5860 പ്ലസ് 2323 എത്രയാണ്? സോ കുട്ടികളെ, ഇതിന്റെ ടോട്ടൽ എത്രയാണെന്ന് പറഞ്ഞേ? 8182. വീർ, ഒരു കാര്യം ചെയ്യേ. ഈ ബ്ലാക്ക് ബോർഡിൽ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നീ ഒന്ന് സോൾവ് ചെയ്തേ. ഓക്കേ സാർ. എന്ത് പറ്റി വീർ? മനസ്സിലാവുന്നില്ല സാർ. ആരോ എന്റെ ഷൂലേസ് ഒന്നിച്ച് കൂട്ടി കെട്ടി വെച്ചിരിക്ക. ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ തന്നെ ദേ വീര് തലയും കുത്തി താഴെ കിടക്കുക. ശരി ശരി, ഓക്കെ ഓക്കെ. നീ ആദ്യം ലേസ് റിമൂവ് ചെയ്യേ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. വണ്ടി എടുത്ത് നീ വാ. സാർ ഇത് കണ്ടോ? വീര എന്റെ ടിഫിൻ മൊത്തം കഴിച്ചു തീർത്തിരിക്കുക.
ഒരുപക്ഷെ എന്റെ ഈ എക്സ്പെരിമെന്റ് വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ 7 പ്ലാനറ്റ്സിന്റെയും പവർ ഈ ക്രിസ്റ്റൽ ബോളിനകത്ത് വരും. അതിനുശേഷം ലോകം മൊത്തം എന്റെ കാൽ കീഴിലായിരിക്കും. 7 പ്ലാനറ്റ്സിന്റെയും പവർ ഒരു ബോളിനകത്ത് കൊണ്ടുവരുന്നത് ഒരു ചെറിയ കാര്യമല്ല. You are genius, boss. Super duper genius. She's right, boss. She's right. ടിംബക്ടു, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ഇപ്പോൾ ആ 7 പ്ലാനറ്റ്സിന്റെയും പവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ലോകത്ത് വെച്ച് ഏറ്റവും പവർഫുൾ ആയ മനുഷ്യൻ ഞാനാണ്. ഇത് നോക്കൂ, ഈ ക്രിസ്റ്റൽ ബോളിന്റെ പവർ ആദ്യം ഫുർസത് ഗഞ്ചിലെത്തും. പിന്നെ അവിടെ ഒരു പൊട്ടിത്തെറി നടക്കും. പൊട്ടിത്തെറി വീറിന്റെ കഥ അതോടെ അവസാനിക്കും. Congratulations, boss. ടിംബക്ടു, ടിംബക്ടു, വേണ്ട. ടിംബക്ടു, ഈ സ്പ്രേ എന്റെ കയ്യിലില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ കാറ്റിൽ പറന്നു പോയേനെ. അത് മാത്രമല്ല, ഈ ലാബും കാണാതെ പോയേനെ. നീ ഒരു മരമണ്ടനായല്ലോ. വേഗം ചെന്ന് ആ ക്രിസ്റ്റൽ ബോളിനെ എടുത്തോണ്ട് വരൂ. വേഗം ചെല്ലോ. അതില്ലാതെ എന്റെ കയ്യിൽ പവേഴ്സ് ഒന്നും ഉണ്ടാകില്ലടാ. ചെല്ലോ. അയ്യോ, അപ്പൂപ്പ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. അപ്പൂപ്പൻ ഭയങ്കര ബിസി ആണെങ്കിൽ ഞങ്ങൾ പുറത്തു പോയി കഴിച്ചോട്ടെ. വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോകരുത്. അത് കണ്ടോ? അപ്പൂപ്പ, എന്താ ഇത്? അത് 7 in 1 പ്ലാനറ്റ് ആണ്. 7 പ്ലാനറ്റ്സിന്റെ പവർ ആ ക്രിസ്റ്റൽ ബോളിനകത്തുണ്ട്. വലിയ വലിയ സയന്റിസ്റ്റുകൾ പല വർഷങ്ങളായി ഇതിനെ കുറിച്ച് റിസർച്ച് നടത്തുക. ആരോ ഒരാളുടെ റിസർച്ച് കംപ്ലീറ്റ് ആയെന്നാ തോന്നുന്നേ. പക്ഷേ ഈ ക്രിസ്റ്റൽ ബോൾ അയാളുടെ കൈവിട്ടു പോയ ലക്ഷണ. അപ്പൂപ്പ, ആ സൈഡിൽ മാത്രം എന്താ ഇരുട്ടായി പോയത്? അതിനെല്ലാം കാരണം ഈ ക്രിസ്റ്റൽ ബോളിന്റെ പവേഴ്സ് ആണ് മോളെ. ഭൂമി മുഴുവനും പകുതി വെളിച്ചവും പകുതി ഇരുട്ടുമായി മാറാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തും ഇരുളും പരക്കും. അത് ഭൂമി മുഴുവൻ സ്പ്രെഡായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂലോകം മുഴുവൻ ഇരുട്ടിൽ മുങ്ങിപ്പോകും. അതോടെ എല്ലാം അവസാനിക്കും മക്കളെ. അപ്പൂപ്പ, പക്ഷേ അതിൽ മനുഷ്യരും മൃഗങ്ങളും അടങ്ങുന്നില്ലല്ലോ. അങ്ങോട്ട് നോക്കിയേ, എല്ലാരും കാറ്റിൽ ഫ്രീസായി നിൽക്കുകയാണ്. അത് നോൺ ലിവിംഗ് തിങ്സിനെ തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. പിന്നെ ലിവിംഗ് തിങ്സിനെ പുറത്തുള്ള കാറ്റിൽ ഫ്രീസ് ചെയ്യുകയുമാണ്. ഒരുപക്ഷെ ഈ ഫുർസത് ഗഞ്ചിലുള്ള ജനങ്ങൾ ഇരുട്ടിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ ഓരോ മനുഷ്യനും അതുപോലെ മൃഗങ്ങളും കാറ്റിൽ കുടുങ്ങിപ്പോകും. ചിലത് കാറ്റിൽ പറന്നു നടക്കും, മറ്റു ചിലവ കാണാതെ പോകും. വീർ, നീ ചെന്ന് അതിനെ എത്രയും വേഗം പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാമോനെ. ഞാൻ ഇപ്പൊ തന്നെ പോകാം അപ്പൂപ്പ. ഒരു മിനിറ്റ്. അല്ല, ഇവന് ഇതെന്താ പറ്റിയത്? ഇവന്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണെന്ന് തോന്നുന്നല്ലോ. അഴുക്ക് വെള്ളം കുടിച്ചതുകൊണ്ട് ഇവന് പനി പിടിച്ചിരിക്കുക. ഞാൻ ഇവനെ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. അല്ല, നീ ആരാണ്? നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയതാ? എന്റെ പേര് ബുൾബുൾ എന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ നദിയിലെ വെള്ളം വളരെ അഴുക്ക് നിറഞ്ഞതായിരുന്നു. ആ വെള്ളത്തിൽ എവിടെ നിന്നോ പച്ച നിറത്തിലും ചുവപ്പ് നിറത്തിലും നീല നിറത്തിലുമുള്ള ഏതോ അഴുക്ക് വന്നു ചേരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും രോഗബാധിതരായി തീർന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഫാക്ടറിയിൽ നിന്നുള്ള കെമിക്കൽ ആയിരിക്കും. ആ വെള്ളമാണ് നദിയിൽ മിക്സ് ആവുന്നത്. അപ്പൂപ്പ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. ബുൾബുൾ, നമുക്ക് ചെന്ന് അതൊന്ന് നോക്കിക്കളയാം. ഇവിടുത്തെ നദിയിലെ വെള്ളത്തിൽ ഏതുതരം കെമിക്കലാ മിക്സ് ആയെന്ന് നോക്കാം. ഓക്കേ വീർ. ചിണ്ടു, ഞങ്ങൾ ഇപ്പോൾ ബുൾബുളിന്റെ ആ ഏരിയയിലേക്ക് കൊണ്ടു ചെല്ല്. അവിടുന്ന് നമുക്ക് മൊത്തം നദിയും ഒന്ന് കാണണം. ചിണ്ടു, ഇത് എവിടെയാ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്? ഒരു ജോലിയും നിനക്ക് ശരിക്ക് ചെയ്യാൻ അറിയില്ലേ? ഞങ്ങളെ താഴെ ഇറക്കി വിട, അല്ലെങ്കിൽ നീ ഇവിടുന്ന് പൊയ്ക്കോ. ഇവിടുന്ന് നോക്കിയാൽ ടോട്ടൽ ഏരിയയും കാണാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്ത് ജോലി ചെയ്താലും നീ എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. ശരി, ഓക്കെ, ഞാൻ പോവാ.
ഓൺ Underwater suit on.